ആദ്യം തന്നെ ഞാൻ ചോദിക്കുവാണ്, കിച്ചുവിന് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കിച്ചുവിനെ നമ്മുടെ രേണുസുതി വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് വെച്ചു തരാം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഇന്റർവ്യൂ കിച്ചു സുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കിച്ചു ഈ ഒരു അമ്മയെ കുറിച്ച് ഒരു കാര്യം പോലും, ഒരു അക്ഷരം പോലും ആ ഒരു വീഡിയോയിൽ പറയുന്നില്ല, ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, രേണുവിനെ കുറിച്ച് പറയാനാണോ കാര്യങ്ങളില്ലാത്ത? ഇഷ്ടം പോലെ കാര്യങ്ങൾ അപ്പുറത്ത് ഇന്റർവ്യൂവിൽ വന്നിരുന്നു കിച്ചുവിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണു. എന്നിട്ട് പോലും കിച്ചു ഒരു അക്ഷരം പോലും മിണ്ടാതെയാണ് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. സത്യം പറയാലോ, കിച്ചുവിന്റെ അത്രയും പോലും ആ രേണുവിന് മെച്ചൂരിറ്റി ഇല്ലെന്ന് വേണം പറയാൻ. ഉള്ള കാര്യം പറയാലോ, കിച്ചു ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും. ഒരുപാട് ഇന്റർവ്യൂവും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും മനസ്സ് തുറന്ന് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് കാണുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, രേണുവും കിച്ചുവും തമ്മിലുള്ള വ്യത്യാസം. രേണു ആണെങ്കിൽ കിച്ചുവിനെ കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചും വളർന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കിച്ചു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കിച്ചുവിനോട് ഈ ഇന്റർവ്യൂവില് ഒരു കാര്യം മച്ചാൻ ചോദിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നിയ ഒരു കാര്യം എന്തോ ആണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിന് കിച്ചു കൊടുക്കുന്ന മറുപടി എന്താണ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവായിട്ട് നടക്കുന്ന ഈ ചർച്ചാ വിഷയങ്ങളൊക്കെ കിച്ചുവായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. കിച്ചു തന്നെ അറിയാതെ വന്നിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കൂടുതലായിട്ട് കിച്ചുവിന്റെ വളർത്തമ്മയായിട്ടുള്ള രേണുസുതി വരുത്തി വെച്ചിട്ടുള്ള പിന്നെ വിവാദങ്ങളാണ്. നമുക്ക് കിച്ചുവിലേക്ക് വരാം. കിച്ചുവിന്റെ ലൈഫ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കേട്ടറിഞ്ഞത് വെച്ചിട്ട് ശരിക്കും ഇപ്പോ കിച്ചു ഞാൻ ചെയ്തതൊരു തെറ്റായി പോയി, എനിക്കത് ശരിയാക്കിയ കൊള്ളാം എന്ന് തോന്നുന്ന വല്ല കാര്യമല്ല ഉണ്ടോ? ഇപ്പൊ പറഞ്ഞില്ല, ആ വഴക്കുണ്ടായത് ഒരു ഭയങ്കരമായിട്ടൊരു അച്ഛനുമായിട്ടല്ല, അല്ലാതെ ഇപ്പൊ നോക്കുകയാണെങ്കിലും എല്ലാം ഈ ഇപ്പം വ്ളോഗിങ് തുടങ്ങിയത് എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എടുത്ത് ചില സമയത്ത് തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. ഈ ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ ക്യാൻസർ വന്ന നാളുകളിലൊക്കെ രേണുസുതി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നുള്ള കാര്യം. ഏറ്റവും കൂടുതൽ രേണുസുതി പറഞ്ഞത് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്തത് കിച്ചുവിനെ കുറിച്ച് കുറ്റം പറയാനും തെറി പറയാനും ഒക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഇന്റർവ്യൂവിൽ കിച്ചു എന്തെങ്കിലും മോശമായിട്ട് നമ്മുടെ രേണുസുതിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് നോക്കിയേ. അവിടെയാണ് കിച്ചുവിനെ സമ്മതിച്ചു കൊടുക്കുന്നത്. സത്യം പറയല്ലേ, ഇവന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നു തീർച്ചയായിട്ടും പൊട്ടിത്തെറിച്ചേനെ. കാരണം നിരന്തരമായിട്ട് ഒരാളിങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ പ്രതികരിച്ചു പോകുമല്ലോ. പക്ഷെ അങ്ങനെ പോലും ഈ കിച്ചുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത്, അതാണ് ഇവനും ഇവന്റെ വളർത്തമ്മയും തമ്മിലുള്ള വ്യത്യാസം. കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴേ ശരിക്കും ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ഷോർട്ട് ടേം വേർഡ് വരാറുണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു പോയത് പിന്നെ അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡ് ആ ഒരു ഇത്ര ടൈമിൽ നമുക്ക് കാണുള്ളൂ. അത് കൺട്രോൾ ചെയ്താൽ മതി. നമ്മള് അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ അത് മാനേജ് ചെയ്യുന്നത്. അതെ അതെ, ഞാൻ ഈ പറയുന്ന ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും. അപ്പൊ എനിക്കും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഒക്കെ ആവും. കാണുമ്പോഴും വിഷമം വരും ചില വീഡിയോ കാണുമ്പോൾ. അത് കുറച്ചു നേരത്തേക്ക് ആ വിഷമം ഉണ്ട് അതങ്ങ് ഫീൽ ചെയ്തങ്ങ് തീർക്കുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. രേണുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, രേണു തന്നെ എന്തെങ്കിലും ഇന്റർവ്യൂവിൽ വന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷം രേണുനോട് എന്തെങ്കിലും ഇന്റർവ്യൂവർ കൊണസ്റ്റ് ചോദ്യം എന്തെങ്കിലും ചോദിക്കും, അതിന് വിവാദപരമായിട്ടുള്ള രീതിയിൽ ആൻസർ പറയും, അങ്ങനെ വൈറലാകും. അതാണ് രേണുവിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് വീണ്ടും ഓരോ പിന്നെ ചർച്ചകളും വിവാദങ്ങളും വീണ്ടും ഉണ്ടാവും. പിന്നെ ഇന്റർവ്യൂ കിട്ടും, അതിനകത്തും എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പുള്ളിക്കാർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതാണ് രേണുവിന് ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ കുറ്റം പറയുന്നതല്ല, എന്നാലും ഒരു പരിധിവരെ ഈ മനുഷ്യന്റെ ഉള്ളിൽ അത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം വിദ്വേഷമൊക്കെ ഉണ്ടാക്കുന്നത് ഓൺലൈൻ മീഡിയാസിന് വലിയൊരു പങ്കുണ്ടെന്ന് എനിക്ക് എപ്പോഴൊക്കെയോ എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഒരു എത്തിക്സും ഇല്ലാണ്ട് ഒന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനമായിരിക്കും, അത് കിട്ടിയത് വലിയൊരു സംഭവം. ചെറിയൊരു വാക്ക് അത് വലിയൊരു കഥയായി മാറും അത് എത്തുമ്പോഴത്തേക്ക്. അതൊക്കെയാണ് ഒരു പ്രശ്നം. അത് സത്യമാണ്. ചുമ്മാ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും പരച്ചു വിടുന്നത്. വല്ലാത്തൊരു ടീംസ് ആണ് കേട്ടോ ഇവരെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ബാക്കി കൂടെ കേട്ടോ. പ്രൈവസി അതൊരു സംഭവമാണ്. ശരിക്കും നമ്മുടെ പ്രൈവസിയിൽ ഇടിച്ചു കയറി. ഇപ്പൊ കിച്ചു പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കിച്ചുവിനെ തേടി ആൾക്കാരൊക്കെ വന്ന് വീഡിയോ എടുത്ത്, അത് ചില സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. എനിക്ക് ഈ വീട്ടില് വരുന്നതൊന്നും ഞാനാണെങ്കിലും എന്നെ വിളിക്കാവോ അതിന് മുന്നേ അല്ലെങ്കിൽ മെസ്സേജ് ഇടും, ഇങ്ങനെ വരട്ടെ. ഞാൻ പറയും വേണ്ട, വരണ്ട. പക്ഷെ ചില ആൾക്കാരത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പറയാനുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് രേണുസുതി. രേണുവിനാണെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരെന്ന് പറഞ്ഞ ജീവനാണ്. എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ രേണുസുതിക്ക് ഓൺലൈൻ മീഡിയക്കാരില്ലാണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഇനി ഓൺലൈൻ മീഡിയക്കാരെ ആരും വന്നില്ലെങ്കിൽ രേണുസുതി അങ്ങോട്ട് വിളിച്ച് വരാൻ പറയും. ചില സെലിബ്രിറ്റീസ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്കും കൂടെ കണ്ടതാണ്. മച്ചാൻ്റെ ഒരു ഇനാഗ്രേഷൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ, നമ്മൾ ഈ അടുത്തിടയ്ക്ക് പോയപ്പോൾ ഒരാളിങ്ങനെ സ്റ്റേജിൽ അങ്ങ് ഇരുന്ന് കൊടുക്കുകയാണ്. എന്നാ എന്റെ വീഡിയോ
അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ ചെയ്യുന്നത് വൈറലാവാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പേരെടുക്കണം, വിവാദം ഉണ്ടാക്കിയിട്ടാണെങ്കിലും വൈറലാവണം. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്. എങ്ങനെയെങ്കിലും ഒക്കെ വൈറലായാൽ മതി. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ അത് വെച്ചിട്ടായിരിക്കാം അവര് ഈ പറഞ്ഞതുപോലെയൊക്കെ പ്രൈവസിയിൽ കുറച്ചുകൂടെ ഒക്കെ ഇടിച്ചു കയറുന്നത്. എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പം എന്തോ ഒരു നമ്മുടെ ഫാമിലി ലൈഫ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മള് ചോദ്യങ്ങൾ നല്ലതായ കുഴപ്പമില്ല. ഇപ്പൊ പെട്ടെന്ന് വന്നിങ്ങനെ ചോദിക്കുന്നത് ഇത് ചുമ്മാ വരുന്ന സ്ഥലത്ത് വന്നിട്ട് വേറെ ചോദ്യം ചോദിക്കുക. ആക്ച്വലി അതാണല്ലോ അവർക്ക് വേണ്ടത്. മര്യാദക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിവാദങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. വിവാദങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവരുടെ ചാനൽ റീച്ച് ആവത്തില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് എന്ത് കുനിഷ്ട ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്യും. നമ്മള് ആ സമയത്ത് നമ്മൾ ചിലപ്പോ ഏത് മൂഡിലാണെന്ന് അറിയില്ല. പെട്ടെന്ന് ക്യാമറ ഒക്കെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചേട്ടാ വീടിന്റെ അഡ്രസ് ഒന്ന് തരുമോ? ഞാൻ പറഞ്ഞു എന്ത് പറ്റി? വീട് പാലാച്ചിന് വരാൻ. ഞാൻ പറഞ്ഞു വീട് പാലാച്ചിന് നീ വന്നോ കുഴപ്പമില്ല, പക്ഷെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ അതാ വേണോന്ന് വീഡിയോ എന്തിനു മോനെ? വീഡിയോ ഞാൻ ആരെയും വീഡിയോ വ്ളോഗേഴ്സിനെ ഒന്നും ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, ആരും ഇല്ല, ഞാൻ മാത്രം. എന്നാലും വീഡിയോ എടുക്കാതെ അപ്പൊ അവരങ്ങനെയാ ചിന്തിക്കുന്നത്. അതെ അതെ അതെ. അങ്ങനെ വല്ലതും തുടങ്ങണമെന്ന് ആഗ്രഹം വല്ലതും ഉണ്ടായിരുന്നു? അതാവുമ്പോ ഫേസ് കാണിക്കണ്ട, ക്യാമറയും കൊണ്ട് പോയാൽ മതി. അയ്യോ ഇല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവം ഇപ്പൊ അത് ആണോ? അതെ, ഇവരുടെ ജീവിതം ഈ ഒരു രീതിയിലാക്കിയത് ഓൺലൈൻ മീഡിയക്കാരാണ്. എവിടെ ചെന്നാലും ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് പോകും. രേണുവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രേണുവിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? രേണു വിളിച്ചിരുന്നോ, രേണുവിനെ കണ്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ സലീം കുമാറിന്റെ ആ ഒരു കണ്ടായിരുന്നു ആ വീഡിയോ, ചന്തു ചൂടാവുന്നത്? കണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് തോന്നിയോ ചന്തു? എനിക്ക് ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ഒരു സമയത്ത് നിന്നപ്പോ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം അത്ര ഒരു ചെറിയൊരു സ്ഥലം അതിനകത്ത് ഇടുങ്ങി നിൽക്കുവോ, ശ്വാസം മുട്ടി വരെ നിൽക്കുവോ. ഇങ്ങനെ ഈ പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി വരെ ഇങ്ങനെ വീഴാന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുക. അപ്പം ആ ഒരു സമയത്ത് എന്തായാലും ആരാണല്ലോ അങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്ത് പോകും. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങളിൽ കിച്ചുവിനെ പോലെ തന്നെ ഓരോരുത്തരും പ്രതികരിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനല്ല ഞാൻ കഴിഞ്ഞ ഇതിപ്പോ ഒരു ഓണം വരാറായി, ഈ ഓണം വരാറായി. ഈ കഴിഞ്ഞ ഓണത്തിന് കുറെ ഇന്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുള്ള കിച്ചു ഇത്രയൊന്നും സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉത്തരങ്ങളാണ്. ഓയ്യോ ആണ് ഭയങ്കര ഒരു മെഡിക്കൽ മിറാക്കിളാണ് നടന്നിരിക്കുന്നത്. ഇതാരാ പഠിപ്പിച്ചെടുത്തത്? ഇത് സ്വന്തമായിട്ട് എടുത്തെടുത്ത് വന്നതാ. എനിക്ക് തന്നെ ഉണ്ടായിരുന്നു സംസാരിക്കണം നല്ലപോലെ, ഒരടുത്ത് നിന്ന് ഒരു നല്ലപോലെ സംസാരിക്കാൻ പറ്റണം. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. മുമ്പൊക്കെ ഉള്ള ഇന്റർവ്യൂല് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഒരു സ്പേസ് കിച്ചുവിന് കിട്ടിയിരുന്നില്ല. എപ്പോഴും തുടക്കത്തിൽ രേണുസുധീന്റെ കൂടെ സൈഡിൽ വന്ന് കുത്തിയിരിക്കലായിരുന്നു കിച്ചുവിന്റെ പരിപാടി. ഇവൻ എന്തെങ്കിലും പറയാനായിട്ട് വാ തുറക്കുമ്പോഴത്തേക്കും ചാടി കയറി കിച്ചുവിന്റെ മറുപടി എല്ലാം പറയുന്ന രേണുസുധിയാണ്. അപ്പൊ ഇവന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരം കിട്ടണ്ടേ? ഇപ്പോഴല്ലേ ഇവനൊരു ഒറ്റയാനായി മാറിയത്. ഇപ്പൊ അവനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി, അവൻ പ്രതികരിക്കുന്നു, സംസാരിക്കുന്നു. എന്തായിരിക്കും വലിയൊരു മോട്ടിവേറ്റർ അങ്ങനെ വല്ലാവോ? എന്താണ് അടുത്ത വർഷം ആവുമ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണെന്ന് ആരും ഇറക്കി വിടാൻ പോകരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോ. ഇതാണ് ഈ പോഡ്കാസ്റ്റിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ നല്ലൊരു തീരുമാനമാണ് കിച്ചു എടുത്തിട്ടുള്ളത്. കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് സ്വന്തമായിട്ടൊരു വീടുണ്ട്. കിച്ചുവിനും ഋതപ്പനും കൂടി അവകാശപ്പെട്ട വീട്. ബിഷപ്പ് കൊടുത്ത ഒരു സ്ഥലമാണ്. അത് വേണ്ടാന്ന് വെച്ചിട്ട് കിച്ചു തന്നെ ഒറ്റ ഒരു വീട് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ പോസിറ്റീവ് കമന്റ്സ് ഒക്കെ അല്ലേ വരുന്നത്? നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ വരുമല്ലോ, എന്തായാലും വരാതിരിക്കില്ലല്ലോ. ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ? പിന്നെ അതിലാണ് വരിക. അത് വേറെ യൂണിവേഴ്സിറ്റി സംഭവം. അത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. എന്തിട്ടാലും നെഗറ്റീവ് വരുന്ന ഒരു വില്ലൻ പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി. അതെ, നമ്മളെ നാടിന് നല്ലത് ചെയ്തിട്ടാ പോലും ഒരു അപ്രീസിയേഷൻ കിട്ടും. അച്ഛനും അമ്മയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കയറിയാൽ മതി. ശരിയാ, സത്യം കേട്ടോ. ഫേസ്ബുക്കിലെ കാര്യമൊന്നും ഓർമ്മിപ്പിക്കില്ലേ? ഇങ്ങനെ തെറി വിളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വേറെ സൈലന്റ് ഒരു മൂലയ്ക്ക് ആണല്ലേ? ഇങ്ങനെ തന്നെ ഇതൊന്നല്ല, ഇതിനെ കാട്ടിയായിരുന്നു മിണ്ടത്തില്ല. ഡിപ്രഷന്റെ എക്സ്ട്രീം മിണ്ടാതെ ഒരു ഇങ്ങനെ തലയും കുനിച്ച് ഒരു മൂലയ്ക്ക് ഫ്രണ്ട്സ് സർക്കിൾ നിൽക്കുമ്പോൾ കുഞ്ഞിലോട്ട് അങ്ങനെ ആയിപ്പോയി പെട്ടെന്ന്. ഒരു കൊറോണ ടൈമിൽ ഭയങ്കരമായിട്ട് ഇതായത് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിരുന്നു അതിനകത്തൊരു ലോകം അങ്ങനെ മാത്രം അങ്ങ് പോയി. ഒരു പുറത്തൊരു ഇന്ററാക്ട് ഇല്ല. അത് കമ്പ്യൂട്ടർ ആയിരുന്നു വശലാക്കിയത് ശരിക്കും, ഗെയിം കളിപ്പിച്ച് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ. എനിക്ക് അതിലായിരുന്നു ഞാൻ സന്തോഷം. കാരണം അതിന്റെ പുറത്തോട്ട് ഇറങ്ങി ഒന്നും ഇല്ല ചെയ്യാൻ. അവിടെ ആണെങ്കിലും ഒരു സെറ്റപ്പ് അങ്ങനത്തെ രീതിയിലായിക്കൊണ്ട് എനിക്ക് അതിലായിരുന്നു ഒരു ഹാപ്പി. ഹാപ്പി എന്നല്ല, എനിക്കൊന്നും ആലോചിക്കാതെ അതിനകത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി. നമ്മളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ച് അല്ലെ അങ്ങനെയൊക്കെ. നിങ്ങൾ ഞാനല്ലേ? നീ എങ്ങനെയായിരുന്നു? ഓക്കെ, ഇവരൊക്കെ ആ സമയത്ത് ഗെയിം എങ്ങനെ കളിക്കുന്നുണ്ട്, നമ്മള് കമ്പ്യൂട്ടർ വെറുതെ ആവശ്യമില്ലാതെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ നൗ? സൂപ്പർ. ഞാൻ ഇതേപോലെ ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. സംഭവം കൊള്ളാം.
ഭയങ്കര എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റി. അതാണ് ഇപ്പൊ ആദ്യത്തെ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ വരിക. ആണോ? അതെ അതെ അതെ. സന്തോഷം. എക്സ്ക്ലൂസീവ് ബാഹി മച്ചാൻ. താങ്ക് യു സോ മച്ച്. അത് നമ്മുടെ ഫുഡിന്റെ ഗുണമാണോ അതോ നമ്മുടെ ഗുണമാണോ? അല്ല അത് നിങ്ങളുടെ ഗുണം. താങ്ക് യു താങ്ക് യു. അപ്പൊ എനിക്ക് എത്ര ഫ്രീ ആവാൻ പറ്റും ഭയങ്കരമായിട്ട്. എന്തോ ഒരു സന്തോഷമൊക്കെ കിട്ടിയതുപോലെ അല്ലേ? കുറച്ച് വിഷമങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി. ഇപ്പം ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയിരിക്കുമ്പോൾ പലതും എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പലതിനോടും പേടിച്ചിട്ടൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. എപ്പോഴും ഇരിക്കുമ്പോ അങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇത് അങ്ങനെയൊന്നും ഇല്ല മോനെ. അതാണ് നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഏൺ ചെയ്ത് ഒരു വീടൊക്കെ വെക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് മോനെ. നിങ്ങളിപ്പം വെച്ചല്ലേ ആ ഒരു ഫീല് പറയാൻ 14 വർഷം എടുത്തു ഞാൻ അതിന് വേണ്ടിയിട്ട്. കാരണം എനിക്ക് എന്റെ ജോലി കിട്ടുന്ന 22 വയസ്സിലാണ്. ഈ 22 വയസ്സിൽ ഞാൻ കഷ്ടപ്പെട്ട് കുറെ എനിക്ക് കിട്ടുന്ന ഇത് പ്രൊമോഷൻസ് വഴിയുള്ള പൈസ ഇതൊക്കെ ഞാൻ സേവിങ്സിലോട്ട് മാറ്റിക്കും. അപ്പൊ നീ കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പല സൈഡിൽ നിന്ന് ഇങ്ങനെ കുറെ ഉണ്ടാക്കുന്നുണ്ടോ, നീ എവിടെയാണോ ഈ പൈസ ഒക്കെ കൊണ്ട് പൂത്തി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാര് കളിയാക്കും. കൂട്ടുകാരന്മാരുടെ കളിയാക്കൽ പക്ഷെ അത് സ്നേഹമുള്ള കളിയാക്കലാണ്. ഒരു ചുറ്റുവട്ടത്ത് ചിലർ ഏങ്ങി കളിയാക്കും. കാരണം എന്തോടാ ഈ പൈസ, അങ്ങനെയൊക്കെ ഏങ്ങലുണ്ട്. ചില സമയം നമ്മൾ തളർന്ന് വീഴും ഈ ഏങ്ങല്. കണ്ണ് എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയി എന്റെ സാലറി അതെല്ലാം. പക്ഷെ ഞാൻ അമ്മയോടെല്ലാം കാര്യങ്ങൾ, എന്റെ ഉമ്മയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഉമ്മയുടെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഉമ്മ ഈ പൈസ ഞാൻ ഈ ചിട്ടിക്കൊക്കെ കൊടുക്കുന്നതൊക്കെ സേവ് ചെയ്ത് കടങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. പിന്നെ ആ പൈസയൊക്കെ സേവ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട് ഈ ഒരു 1-2 ആഴ്ച മുന്നേ അത് പാല് വെച്ച് കഴിഞ്ഞായിരുന്നു. സൂപ്പർ. അതില് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് കിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന ഒരുപാട് കരയും, ആ വീട്ടിൽ കയറി നിന്ന് കരയും. കാരണം ആ വീട്ടിന്റെ അകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്ന മെമ്മറീസ് ഭയങ്കര സന്തോഷമാണ്. അത് ആരെയും ഞാൻ വിളിക്കില്ല, ഇവനെ വിളിക്കില്ല, എന്റെ കൂട്ടുകാരെ വിളിക്കില്ല. ആ വീട്ടിന്റെ അകത്തിരുന്ന് ഞാൻ ഇങ്ങനെ രാജകീയമായിട്ട് ഒരു കല്ലെടുത്തിട്ട് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല, ആ പണിയടക്കില്ല, കല്ലിന്റെ പുറത്തിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന് കരയും. പക്ഷെ ആ കരയുന്ന ഒരു സന്തോഷമുണ്ട്, ആനന്ദ കണ്ണീരെന്ന് പറഞ്ഞു. അവിടെ താമസം തുടങ്ങി. അപ്പം അതൊരു സംഭവമാണ് ഷിഫിനെ. ആ പൈസ ഒക്കെ കിട്ടി നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ അതിനു വേണ്ടിയിട്ടാണോ സേവിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ഇപ്പോൾ ഉള്ളൊരു ഡ്രീം. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് കിച്ചുവിന്റെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് കമന്റും ചെയ്തേക്കണം. പിന്നെ കിച്ചുവിനെ എത്രയും പെട്ടെന്ന് ആരും ഇറക്കി വിടാൻ പറ്റാത്ത രീതിയിൽ കിച്ചുവിന് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ